ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രണ്ട് പ്ലീറ്റഡ് എയർലൈൻ ടോപ്പിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മളിവിടെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ബാക്ക് പാർട്ടിനായിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ തുണി ഇതാണ് ഇതിൻ്റെ നീളവശം, ഇതിൻ്റെ വീതി വശം. ഇവിടെ നമ്മൾ തുണിയെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ മടക്ക് വശമാണ് വരുന്നത്, ഇവിടെ ഓപ്പൺ സൈഡാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ ലെങ്ത് 46 ഇഞ്ചാണ്. തയ്യൽ തുമ്പും എല്ലാം കൂടെ ചേർത്ത് എടുത്തേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 46 ഇഞ്ചാണ്. കുറച്ച് ലെങ്തിൽ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും ലെങ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ മടക്ക് വശത്തു നിന്ന് അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഷോൾഡർ 6.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് അവിടെ നമ്മളൊരു ഈ 2 പോയിൻറ്റും കൂടെ ചേർത്ത് ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഇങ്ങോട്ട് നീക്കി 6.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എൽ ഷേപ്പിലിങ്ങനെ വരച്ചെടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്ന 36 ഇഞ്ചാണ്. അതിൻ്റെ 4 പറയുമ്പോൾ 9 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 9.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കിനി ആം ഹോൾ കർവ് വരച്ച് കൊടുക്കാം. 6.5 ഇഞ്ചിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ പോയിൻറ്റും ചെസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് ആദ്യം മാർക്ക് ചെയ്ത പോയിൻറ്റും വരുന്ന രീതിയിൽ നമുക്ക് ഈ ഫ്രഞ്ച് കർവ് ഒന്ന് വെച്ച് കൊടുത്ത് ആം ഹോൾ കർവ് വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഷേപ്പ് വരുന്ന നമ്മുടെ ഏറ്റവും ഒതുങ്ങിയ ഭാഗത്തെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ട് 13ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയും ഒരു ലൈൻ വരച്ചേക്കുവാണ്. ഇവിടെ നമ്മളിനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൂടെ ആഡ് ചെയ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഹിപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടുത്തെയും വീതി ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 ലൂസും കൂടെ ചേർത്തുള്ള മാർക്ക് ചെയ്ത് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ 2 പോയിൻറ്റുകൾ ചേർത്ത് വരച്ചതിന് ശേഷം ഇവിടെ നിന്നും താഴേക്ക് ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഹിപ്പ് ലെങ്ത് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. ഈ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇങ്ങനെ ചരിച്ച് എത്രയാണോ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ വരെ ഇങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റവശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് ഇവിടെ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കർവ് ഷേപ്പിലൊന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ബാക്ക് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോക്സ് പോലെ വരച്ച് അവിടെ റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1/4 ഇഞ്ചൊന്ന് ഷോൾഡർ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിവിടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വേണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് പീസിനുള്ള തുണിയും മടക്കിയിട്ടേക്കുവാണ്. ബാക്ക് പീസിൻ്റെ അതേ ലെങ്തിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പീസിനുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇവിടെ ഇപ്പോൾ തുണി രണ്ടായിട്ടിങ്ങനെ മടക്കിയിട്ടേക്കുവാണ്. മടക്ക് വശം എൻ്റെ നേർക്ക് ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തും വരുന്ന രീതിയിൽ തുണി മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത ബാക്ക് പീസ് ഈ ഇവിടെയായിട്ട് മടക്ക് വശത്തായിട്ടൊരു 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് മുകളിൽ നിന്ന് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ 4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്നും ശേഷമാണ് നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അളവിൽ ഈ ആം ഹോളിൻ്റെ ഭാഗവും ഇവിടെ നിന്നിങ്ങനെ ഇവിടം വരെയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റ് ഇവിടെ നിന്നിങ്ങനെ ഇവിടം വരെയും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഒരു 4 ഇഞ്ചാണ് 4 ഇഞ്ച് വീതിയിൽ വിട്ടതിന് ശേഷമാണ് ഈ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മടക്കുവശമാണ് വരുന്നത്. പിന്നീട് നമ്മൾ ആ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ ഇവിടം വരെ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് 1/2 ഇഞ്ച് കുഴിച്ചും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ബാക്ക് പീസ്, ഇത് ബാക്ക് പീസാണ്, ഈ ബാക്ക് പീസ് അങ്ങ് എടുത്ത് മാറ്റി വെക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രണ്ട് പീസാണ് ഈ കിടക്കുന്നത്. ഇതിലേക്ക് നെക്ക് ഇവിടുത്തെ നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ 4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മുടെ നെക്ക് ഇവിടുത്തെ നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഈ ലൈൻ വരച്ചതിൻ്റെ ഇവിടെ നിന്ന് നെക്ക് വിട്ട് 2.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് ലെങ്ത് 6.25 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ 2.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുവാണ്. പിന്നീട് ഈ ബോക്സിനെ ഇങ്ങോട്ടിങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നമ്മുടെ ഏത് നെക്കാണോ വേണ്ടത് ആ നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാവുന്നതാണ് ഈ ബോക്സിനകത്ത്. ഞാനിവിടെ ഈ സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചത് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നീട് ഫ്രണ്ട് ആം ഹോളൊന്ന് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ചും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ ഉണ്ടല്ലോ, അവിടെ ഈ ഇങ്ങനെ ഒന്ന് പിടിച്ചൊരു നോച്ച് ഇട്ട് കൊടുക്കണം. അവിടെ വരെയാണ് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ടത്. 2 തുണിയും കൂടെ ചേർത്ത് വെച്ച് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയായിട്ട്. ഇനി നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, ബോഡി പാർട്ട്, ആ ബാക്ക് പാർട്ടിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് അളന്ന് നോക്കണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ഇങ്ങനെ വരുന്നത് എത്രയാണെന്നൊന്ന് അളന്ന് നോക്കണം. ഇവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. നമുക്ക് ഈ 9.5 ഇഞ്ച് വെച്ച് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 സ്ലീവിനുള്ള തുണി ഇങ്ങനെ മടക്കിയിട്ടേക്കുവാണ്. ഇവിടെ ഇപ്പോൾ മടക്ക് വശമാണിത്. ഇവിടെ ഓപ്പൺ സൈഡാണ്. ഇവിടെ 4 പീസ് വരും. 1 2 3 4. ആദ്യം നമുക്ക് സ്ലീവിന് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ വേണ്ടുന്ന ലെങ്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തും കൂടെ ചേർത്ത് 15.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയാണ്. നമ്മളിവിടെ സ്ലീവ് ലെങ്ത്
മാർക്ക് ചെയ്തിട്ടുണ്ട് 15.5 ഇഞ്ച്. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്ലീവിൽ നിന്ന് ആം റൗണ്ട് അളന്നെടുത്തല്ലോ 9.5 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ ലെങ്തിൻ്റെ അവിടെ. പിന്നീട് അവിടെ നിന്നും ഇങ്ങോട്ട് നീക്കി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ 3.5 ഇഞ്ചിൽ നിന്നും ഈ ലെങ്ത് മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് ചരിച്ച് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു. പിന്നീട് നമ്മളിവിടെ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ളത്. പിന്നീട് ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കണം. ഇവിടെ 8.5 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും 1/4 ഇഞ്ച് വെളിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് വരച്ചതിന് ശേഷം ഈ 4.25 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉള്ളിലേക്ക് 1/4 ഇഞ്ച് കുഴിച്ച് വരച്ച് പിന്നീട് ഈ 1 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്തെടുക്കുന്നതാണ്. സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്ലീവ് ഓപ്പൺ റൗണ്ട് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം, 5.5 ഇഞ്ച്. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇവിടെ നിന്നും നമ്മൾ ഇങ്ങോട്ട് യോജിപ്പിച്ച് വരയ്ക്കുക. തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ള 1 ഇഞ്ചും കൂടെ വരച്ചെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുക്കുക. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കണം സ്ലീവിനെ. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഒരു സ്ലീവ് നിവർത്തി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക്. അടുത്ത സ്ലീവിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് സ്ലീവിൻ്റെ 1/4 ഇഞ്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തത് ഈ സൈഡാണെന്ന് അറിയാനായിട്ട് ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ച് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ A-ലൈൻ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.